എല്ലാവർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററിയുടെ അസൈൻമെന്റുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ചരിത്ര വിദ്യാർത്ഥികൾ ഒരുപാട് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ അവരുടെ റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പഠനമൊക്കെ എങ്ങനെയുണ്ട്? മുന്നോട്ട് പോകുന്നുണ്ടോ? അതുപോലെ അസൈൻമെന്റ് ഒക്കെ എവിടെ എഴുതി തുടങ്ങി? എത്രയായി? നമുക്കിതിലെ സെറ്റ് 1 ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് പോവാം. നമുക്ക് കൃത്യമായ നിർദ്ദേശം നൽകുന്നു. ചൂസ് എനി വൺ ഫ്രം ദ ഫോളോവിങ് 5 questions. ദ ആൻസർ ഷുഡ് ബി ഇൻ 10 pages. 10ഓളം പേജിൽ നിങ്ങൾ എഴുതണം. 10 പേജ് നിങ്ങൾ എഴുതണം. അതോടൊപ്പം തന്നെ താഴെ കൊടുത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, 1, 2, 3, 4, 5 ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതണം. അതിന്റെ കൂടെ നിങ്ങൾക്കൊരു ജനറൽ ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ബിഗിൻ വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ, നല്ലൊരു ആമുഖം കൊടുക്കണം. അതോടൊപ്പം തന്നെ എന്താണോ ചോദിച്ച തിയറി, എക്സ്പ്ലെയിൻ ദ തിയറി ഓർ ഐഡിയ സപ്പോർട്ടഡ് ബൈ ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. ചരിത്ര തെളിവുകളോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിലെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയ അത് വിവരിക്കണം, ആ തിയറി വിവരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എഴുത്തിന് നല്ല ക്ലാരിറ്റി, ഹാൻഡ് റൈറ്റിംഗിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കൊണ്ടുവന്ന ഡാറ്റ ക്ലിയർ ആയിരിക്കണം, ക്ലാരിറ്റി വേണം. അതുപോലെ തന്നെ ഒരു എസ് എഴുതുന്നതിന്റെ സ്റ്റൈൽ നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റൈലും സ്ട്രക്ചറും ഒക്കെ ഫോളോ ചെയ്തിരിക്കണം. അതിന് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കണം. ഓർഗനൈസേഷൻ ത്രൂ ഔട്ട് ദ അസൈൻമെന്റ് വേണം, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊവൈഡ് എ ക്ലിയർ ആൻഡ് കൺസൈസ് കൺക്ലൂഷൻ, നല്ലൊരു കൺക്ലൂഷനും അതിന് നിങ്ങൾ നൽകണം. അതിന് അവസാനമായിട്ട് ഏതൊക്കെ പുസ്തകങ്ങളാണ് നിങ്ങൾ റെഫർ ചെയ്തത് അത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. നമുക്ക് ഇതിലൊരു ക്വസ്റ്റ്യൻ എടുക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരുന്ന 5ാമത്തെ ചോദ്യമാണ്. ഹൗ ഡിഡ് റിലീജിയൻ ഇൻഫ്ലുവൻസ് ദ ഡെയിലി lives and societal structure of Egyptian civilization? ഈജിപ്തിലെ ജനങ്ങൾ, ഈജിപ്തിൽ നൈൽ നദിയുടെ തീരത്തൊരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അവിടുത്തെ സൊസൈറ്റി, സമൂഹം, അവിടുത്തെ ആളുകളുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് മതത്തിന്റെ സ്വാധീനം ഉണ്ടായത് എന്നാണ് അവർ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ മേക്ക് എ ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടന്റ് ഗോഡ്സ് ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ദൈവങ്ങളുടെ പേരുകൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട കളക്ട് ആൻഡ് ആഡ് ദ പിക്ചേഴ്സ് ഓഫ് ദ സെയിം. അതിന്റെ കുറച്ച് പിക്ചർ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. നമുക്ക് 5ാമത്തെ ചോദ്യത്തിന്റെ ഒരു അസൈൻമെന്റ് മോഡലിലേക്ക് പോവാം. നമുക്ക് അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ഫേസ് ഷീറ്റ് ആണ് വെക്കേണ്ടത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഞാൻ വിവരിക്കുന്നില്ല, നമ്മുടെ മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ആവണം എന്നുള്ളത്. ഇതിന് താഴെ ഇവർ ഫോട്ടോകൾ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗൂഗിളിൽ നിന്നൊക്കെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് വെട്ടിയെടുത്തിട്ട് ഒട്ടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാനൊരു ഫോട്ടോ, കുറച്ച് ദൈവങ്ങളെ ഫോട്ടോ 3D ഇമേജ് ആണ് ജസ്റ്റ് കൊണ്ടുവന്നേ ഉള്ളൂ. എന്നിട്ട് ഞാനിവിടെ താഴെ ബോക്സിൽ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എഴുതി. ഞാൻ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 5 ആണെന്നുള്ളതും അതുപോലെ തന്നെ അത് ഏതാ ക്വസ്റ്റ്യൻ എന്നുള്ള എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെ നമ്മൾ ചെയ്യേണ്ടത് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആണ്. ഇൻട്രൊഡക്ഷൻ എത്രാമത്തെ പേജിലാണ്, കണ്ടന്റ് ഏത് പേജിലാണ്, അതുപോലെ നിങ്ങളെ കൺക്ലൂഷൻ എവിടെ വരുന്നു, റെഫറൻസ് അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി നിങ്ങൾ എവിടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് താഴോട്ട് കണ്ടന്റ് ഭാഗത്തേക്ക് പോവാം. നമുക്ക് ഇൻട്രൊഡക്ഷനിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, മതം എന്ന് പറയുന്ന ആൻഷ്യന്റ് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു. അവരുടെ ഡെയിലി ലൈഫിന് മതം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ന് കൃത്യമായിട്ട് ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷന്റെ ഓരോ ഭാഗത്തും, പ്രത്യേകിച്ചും വർഷിപ്പിന്റെ പ്രാധാന്യം, ഓരോ ഗോഡിന്റെ പ്രാധാന്യമൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ അതിന് കൊടുക്കുക നിങ്ങൾ എഴുതുന്ന അസൈൻമെന്റിന്. അതോടൊപ്പം തന്നെ അവർ രണ്ടാമത് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ശേഷം നമ്മുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഹിസ്റ്റോറിക്കൽ എവിഡൻസോട് കൂടെ, വെറുതെ പറഞ്ഞാൽ പോരാ. അപ്പൊ നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഹിസ്റ്റോറിക്കൽ എവിഡൻസോട് കൂടെ തന്നെ നമ്മൾ അവതരിപ്പിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് അതിൽ ഞാൻ കൃത്യമായിട്ട് എനിക്ക് എവിടെ നിന്നൊക്കെ ഇത് കിട്ടിയത്, എന്തൊക്കെ നമുക്ക് തെളിവുള്ളത്, റിലീജിയസ് ടെക്സ്റ്റ്, ആർട്ട് ആൻഡ് ഐക്കണോഗ്രഫി, റോയൽ ഐഡിയോളജി, ലീഗൽ ആൻഡ് എത്തിക്കൽ കോഴ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ ഡിസ്കവറീസ് ഉണ്ട്, ഒരുപാട് സെർച്ച് ചെയ്ത് അവിടെ എക്സ്കവേഷൻ ഒക്കെ നടത്തി കിട്ടിയതുണ്ട്. അതോടൊപ്പം തന്നെ അവർ ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയൻ ഓൺ ഡെയിലി ലൈഫ് ആൻഡ് സൊസൈറ്റൽ സ്ട്രക്ചർ ഇൻ ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് മതത്തിന്റെ സ്വാധീനം, അപ്പോ അവരെന്തായിരുന്നു വിശ്വസിച്ചിരുന്നതെന്നും അതുപോലെ തന്നെ അവരുടെ കൾച്ചറൽ പ്രാക്ടീസ് എന്താണെന്നുള്ളതും അതുപോലെ അവരുടെ സൊസൈറ്റിയുടെ കിടപ്പ് എങ്ങനെയാണ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ വിവരിച്ചു. എന്നിട്ട് മറ്റൊന്നുകൂടി നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. പ്രധാനപ്പെട്ട ദേവനും ദേവികളൊക്കെ നമ്മൾ ആഡ് ചെയ്യാണ്. അതൊക്കെ ഓരോരുത്തർ പേരുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ പുസ്തകങ്ങൾക്കനുസരിച്ച് നിങ്ങൾ റെഫർ ചെയ്യുന്ന ഇതിനൊക്കെ അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം.
എന്നിരുന്നാൽ കൂടിയിട്ട് അതിന്റെ കൂടെ നിങ്ങളോട് അവർ ഫോട്ടോ കളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഫോട്ടോസുകൾ നിങ്ങൾക്ക് പല പുസ്തകങ്ങൾ, യൂണിവേഴ്സിറ്റിയുടെ പുസ്തകങ്ങൾ, മറ്റു ലൈബ്രറി പുസ്തകങ്ങൾ ഒക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യാവുന്നതാണ്. ആ ഫോട്ടോസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഗോഡ്സിന്റെ ദേവതകളുടെ പേരൊക്കെ കൊണ്ടുവന്നു, കുറച്ച് ഫോട്ടോസ് കൊണ്ടുവന്നു അവർ പറഞ്ഞ പോലെ. ഇനി നമുക്ക് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് അടക്കാം. അപ്പൊ ഏകദേശം നമ്മളൊരു ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു, തിയറി പറഞ്ഞു, അതുപോലെ അതിന്റെ എവിഡൻസ് നമ്മൾ കാണിച്ചു, അവര് ആരൊക്കെയാണ് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പറയേണ്ടത് അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് മതം അവർക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്തൊരു ഘടകമായിരുന്നു എന്ന് നമ്മൾ തെളിയിക്കുകയാണ് വേണ്ടത്. അത് നമ്മൾ കൃത്യമായിട്ട് പറയാണ്. എന്നിട്ട് നമ്മൾ അവസാനം നമ്മുടെ ബിബ്ലിയോഗ്രഫി അഥവാ റെഫറൻസ്, ഏതൊക്കെ പുസ്തകങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനവിടെ ഒരു പുസ്തകം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ മറ്റ് NCERT SCERT പുസ്തകങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് റെഫറൻസ്, ഗൂഗിൾ, വിക്കിപീഡിയ അടക്കമുള്ള റെഫറൻസ് ഉപയോഗിക്കാം. യൂണിവേഴ്സിറ്റി പുസ്തകങ്ങൾ, പല യൂണിവേഴ്സിറ്റിയുടെ പുസ്തകങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏതായാലും അസൈൻമെന്റ് നന്നായിട്ട് എഴുതുക, നന്നായിട്ട് സബ്മിറ്റ് ചെയ്യുക. എല്ലാവർക്കും എക്സാമിനും മറ്റു കാര്യങ്ങളും ഒക്കെ ബെസ്റ്റ് ഓഫ് ലക്ക്. ഇതുമായി ബന്ധപ്പെട്ട, യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾക്ക്, സപ്പോർട്ടുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും അതുപോലെ തന്നെ ഫോളോ ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.